അത് കൊട്ടണമായി കൊട്ടിയല്ലേ? ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ട് ചോറിന് മുട്ടിക്കാതെ എന്നാലും ഇത്രയൊന്നും ആവശ്യമില്ലല്ലോ. പോയാലും കുഴപ്പമൊന്നുമില്ല. മറ്റത് അത് കുക്ക് ചെയ്യുമ്പോൾ അസ്സലാമലൈക്കും, ഹലോ, ഹായ്. ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ എനിക്ക് ഡെയിലി വ്ളോഗ് ഉണ്ടായിരുന്നില്ല. കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചു, എന്താ ഇത്താ ഡെയിലി വ്ളോഗ് ഇല്ലാത്ത, എന്താ ജിനി ഡെയിലി വ്ളോഗ് ഇല്ലാത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എന്തൊക്കെയോ ബിസി ആയിപ്പോയി. അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേയിൽ നമ്മൾ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് വേഗം കാണാം കേട്ടോ. നമ്മുടെ ലഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കി എന്നൊക്കെ നമുക്കിതിൽ കാണിക്കാം. നല്ല അടിപൊളി ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ സ്പെഷ്യലായിട്ടുള്ള ഒരു മസാലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 92K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മധുരം ഉണ്ടാക്കാം. ഞാൻ ഒരുപാട് കാലമായിട്ടോ വീട്ടിൽ കസ്റ്റാർഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചങ്ങ് ഡിഫറെൻ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അതിലോട്ട് ഞാനിത് ഒരു 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. മൊത്തം 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത്. അതിന്ന് 1 കപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി കപ്പ് ഞാൻ മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മെൽട്ടാവൂലേന്ന്. കുറച്ച് സമയം നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും മെൽട്ടായി കിട്ടും കേട്ടോ. പിന്നെ ഇതാ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു പകുതി കപ്പ് പാലില്ലേ, അതിലോട്ടൊരു 4 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു കമ്പനിയുടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ 4 സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലതുപോലെ മെൽറ്റാക്കിയിട്ട് എടുക്കണം. കട്ടിയൊന്നും ഇല്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും കൂടെ ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് വരട്ടെ. എന്നാലേ നമുക്കിതിലോട്ട് ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കുട്ടികളുടെ കൂളൊക്കെ കുറുക്കില്ലേ, അതേപോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കുറുക്കി എടുത്ത കസ്റ്റാർഡിനെ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. കുറച്ചൊന്ന് ചൂടാറിയ ശേഷമാണ് കേട്ടോ ഞാൻ മാറ്റിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവിയൊക്കെ പോയ ശേഷം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. എന്നിട്ടൊരു 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഉമ്മ ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. അത്രയും തിക്കിൽ ഇത് വന്നിട്ടുണ്ട്. നല്ല പുഡിങ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എനിക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്തതാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അനാറ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ പഴമുണ്ട്, പിന്നെ ഒരു നേന്ത്രപ്പഴമുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആപ്പിൾ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച കാരണം കുറച്ചൊന്ന് നിറം മങ്ങിയിട്ടുണ്ട് അല്ലേ, അത് കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബദാമും പിസ്തല്ല ക്യാഷും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിസ്തി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്. മിൽക്ക് മെയ്ഡാണ്. ശരിക്കും നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ ചിയാ സീഡും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ കുതിർക്കാൻ മറന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിയാ സീഡ് ഞാൻ എപ്പോഴും കസ്റ്റാർഡിൽ ഇട്ട് കൊടുക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ട് കഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതാ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ തണുക്കണം കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടും ഒന്നുകൂടെ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കുറച്ച് വെനില എസെൻസും കൂടെ എനിക്കെന്തോ വേണമെന്ന് തോന്നിയിട്ടോ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒരു ഡ്രോപ്പ് വെനില എസെൻസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇതിലിങ്ങനെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചെറിയൊരു സ്പൂണ് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയ സ്പൂൺ ഞാൻ അതിലിട്ടിട്ടില്ല, ആദ്യമേ പറയാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചിക്കൻ്റെ ഫ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം. 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗാർലിക് പൗഡറാണ് കേട്ടോ വേണ്ടത്. എല്ലാം പൊടി വേണം, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ പൗഡറും വേണം, അതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പെപ്പറാണ്. ഞാൻ ഇവിടെ വൈറ്റ് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. കയ്യിൽ ഏതാ പെപ്പർ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒനിയൻ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എല്ലാ പൊടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും 1 സ്പൂണ്. പിന്നെ ചില്ലി ഫ്ലെക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ, ഒരു 3/4 സ്പൂണോളം പഞ്ചസാര. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പെഷ്യൽ ഐറ്റംസ് പാർസ്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു അര ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ഒറിഗാനോയും അതുപോലെ 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയിലോട്ടുണ്ടല്ലോ എല്ലാം ഡ്രൈ തന്നെ വേണം കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കിയത് പെരി പെരി മസാലയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് എല്ലാറ്റിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഫ്ലേവറുള്ള ഒരു മസാലയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ലെഗ് പീസൊക്കെ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാത്ത പീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ലെഗ് പീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാനിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിനുശേഷം ഡാർക്ക് സോയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പെരി പെരി മസാലയില്ലേ, മസാലപ്പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരു 3 സ്പൂൺ, ഈ സ്പൂണിന് 3 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് നല്ല കളറൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കളർ ഇനി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളർ പൊതുവേ ആഡ് ചെയ്ത് കൊടുക്കാത്ത ഒരാളാണ് കേട്ടോ. ഈ സോയാ സോസും ഈ മസാലയിൽ നമുക്ക് നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഇനി ഇതിലോട്ട് വേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്തൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. സോയാ സോസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിച്ച് വരും കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എയർ ഫ്രയറിൽ ചെയ്തിട്ട് എടുക്കുന്നതും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് എണ്ണ ചൂടായിട്ടുള്ളൂ, ഒന്നും കൂടെ ചൂടാവണം കേട്ടോ എണ്ണ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എണ്ണ ചൂടായോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാ എന്തായാലും ചൂടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചും വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മസാല കുറച്ച് അടിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. സാധാരണ ഞാൻ മസാല അടിയിൽ ഉണ്ടോയെന്ന് നോക്കാറുണ്ട്. അപ്പം ഇതിലെന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് കാരണമാണ് നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ വരാണ്ടിരുന്നത് കേട്ടോ. ഈ ബ്ലാക്ക് കളറൊന്നും വരില്ല, നമ്മൾ അടിയിൽ കൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ലുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി മറിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അഥവാ ഇച്ചിരി എങ്ങാനും ബാക്കിയുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാനത് എണ്ണയിൽ നിന്നൊക്കെ റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസാണ്. കുറേ ദിവസമായി ഇന്ന് നമ്മൾ വീട്ടിൽ കുറേ ദിവസം മുന്നേ ഉണ്ടാക്കിയ ഐറ്റംസാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ വെള്ളം എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച് ഊറ്റാൻ ആവശ്യമുള്ള വെള്ളം എടുക്കണം. ഞാൻ ഇവിടെ 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലോട്ട് ഉപ്പും എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരി പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഇന്ത്യ ഗേറ്റിൻ്റെ ബോണ്ട് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ അരി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗന്ന് അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം, അതേപോലെ എഗ്ഗും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ തലേദിവസം ചില്ലിക്ക് മസാല കൂട്ടി വെച്ചിരുന്നില്ലേ, ആ ചിക്കനെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ചിക്കൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചെറിയ ചെറിയ പീസാക്കിയിട്ട് സോയാ സോസും ഉപ്പും പിന്നെ അത്രയും മാത്രം മതി. അതൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിനെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ, നമ്മളെ ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചില്ലിനെയാണ് തലേദിവസം ആക്കി വെച്ച ചില്ലിനെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അരി ഇതാ വെന്ത് വന്നിട്ടുണ്ട്. 1/4 ഭാഗം വേവായാൽ മതി, ഒരിക്കലും കൂടി പോകരുത് കേട്ടോ, പിന്നെ നമുക്ക് ടെക്സ്ചറേ കിട്ടൂല. അപ്പോൾ ഞാൻ ഈ ഒരു വെന്തില്ല എന്നുള്ളൊരു ലെവലിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ അരി വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ വെന്തിട്ട് ഞാൻ ഒക്കെ റിമൂവ് ആക്കി അതേ ഓയിലിൽ തന്നെയാണ് ഞാനിവിടെ എഗ്ഗും ഫ്രൈ ആക്കി എടുക്കുന്നത്. സ്ക്രാമ്പിൾ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ മസാലയിൽ ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പോ സ്പൈസസോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ ആക്കിയിട്ടെടുക്കാം ദാ ഇതുപോലെ. അപ്പോൾ ഞാൻ ഈ ചട്ടിയും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ഒരു 4-5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ, ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീൻസ് ഇതാ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ആയ ശേഷം നമുക്കിതാ 3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ഒരു ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, 3 എണ്ണം ഉണ്ടായപ്പോൾ ഞാൻ കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിലേക്ക് കംപ്ലീറ്റ് പൂർണ്ണമായി കിട്ടണമെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഒന്നും ആയ ശേഷം ഞാൻ ഇവിടെ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് വേണ്ട പെപ്പറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എഗ്ഗും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കാം. വെജിറ്റബിൾസിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ അരി ഇവിടെ പൂ പോലെ വന്നിട്ടുണ്ട്, കറിയില്ലേ ഇതാക്കണ്ടില്ലേ, കറക്റ്റ് വേവാണ് കേട്ടോ. ഓരോ അരി ഇങ്ങനെ വേറെ വേറെ, ചോറും വേറെ വേറെ വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതങ്ങ് കൊട്ടി കൊടുക്കുന്നുണ്ട്, ഫുള്ളും കൊട്ടിക്കൊടുത്തു. ഇനി പതുക്കെ നമുക്ക് ഇങ്ങനെ പതുക്കെ ഇളക്കിയെടുത്താൽ മതി. ഒരിക്കലും സ്പീഡിൽ ഇളക്കിയെടുക്കരുത് കേട്ടോ. അരിയൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഞാൻ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് ആ ഒരു ആവിയിൽ കിടന്നിട്ട് ആ ചിക്കനും വെജിറ്റബിളും അരിയും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളരിയൊക്കെ ഇടയിലുണ്ട്, അതെല്ലാം ഞാൻ കറക്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം നമ്മുടെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന്. അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. സാധാരണ എൻ്റെ ഓയിൽ ഒരുപാടുണ്ടെന്ന് പറയാറുണ്ട്, പക്ഷേ ഇതിൽ അധികം ഓയിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇത്തവണ അവസ്ഥ കേട്ടോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓരോ അരിയും വേറെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അരി നല്ല ചോറ് എന്നാണല്ലോ അല്ലേ പറയേണ്ടത്, വേറെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ടേബിളിലോട്ട് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ഇന്ന് കുട്ടികളൊക്കെ ആകെ ടയേർഡായത് കാരണം അവർ വന്നില്ല. കാരണം 2:30 ആയിട്ടോ നമ്മൾ ഫുഡെല്ലാം സെർവ് ചെയ്യുമ്പോഴത്തേക്കും 2:30-3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ 3 ഡിഷിനും അത്യാവശ്യം ടൈം വേണ്ട ഡിഷായിരുന്നു കേട്ടോ. അത് കാരണമാണ്.
അപ്പോൾ ഞാൻ തന്നെ എല്ലാം കൊണ്ടുവച്ചു. പ്ലേറ്റൊക്കെ നിരത്തി നമ്മുടെ ഫുഡ് വെച്ചു. നെക്സ്റ്റ് ആയിട്ട് ഇതാ നമ്മുടെ ചിക്കൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻക്ക് വേണമെങ്കിൽ നമുക്കൊരു പേരിടാം. പെരി പെരി മസാല ചിക്കൻ അങ്ങനെ എന്തെങ്കിലും, പെരി പെരി ഫ്രൈഡ് ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിടാം അല്ലേ. ഓക്കെ, അപ്പോൾ അതും കൊണ്ടുവച്ചു. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഒരു മുക്കിലിരിക്കണോ എന്നെ പറയാനായി എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ എടുത്തിട്ട് അതിന്റെ ടെക്സ്ചർ ശരിക്കും വന്നിട്ടുണ്ടല്ലേ. അത് കൊട്ടുന്നമാതിരി കൊട്ടിയല്ലേ. ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ട് വിചാരിച്ച് ചോറിന് മുട്ടിക്കാതെ കൊട്ട. ഞാൻ ഇത്തിരി ലൂസാണെന്ന് വിചാരിച്ചില്ല. എന്നാലും ഇത്രയൊന്നും ആവശ്യമില്ലല്ലോ. പോയാലും കുഴപ്പമൊന്നുമില്ല. മറ്റത് റെഡ് ചില്ലി, ടൊമാറ്റോ. അത് കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ വിശാലമായി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കാനിരുന്നതും ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഇങ്ങനെ കൊട്ടിയപ്പോൾ ഒരുപാട് അങ്ങ് പാത്രത്തിലോട്ട് അങ്ങ് വീണു കേട്ടോ. അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ആയത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കസ്റ്റാർഡ് എടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കഴിഞ്ഞാൽ ആദ്യം വീക്ക്ലി ഉണ്ടാക്കിയിരുന്നു സ്വീറ്റ്. ഇപ്പോൾ ഒന്ന് കൺട്രോൾ ആക്കിയതാണ് കേട്ടോ സ്വീറ്റൊക്കെ. അപ്പോൾ എന്തായാലും കുറേ ദിവസമായില്ലേ നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കസ്റ്റാർഡ് കേട്ടോ. ഇതാ റിഹാനും അയാനും എല്ലാവർക്കും ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഇന്നത്തെ ഡിഷൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ട്രൈപോഡ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ട്രൈപോഡിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളെ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.